സിനിമ തന്റെ പാഷനാണെന്നും സിനിമയില്ലാതെ തനിക്ക് പറ്റില്ല എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യമുണ്ടാകണം. ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങും. അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ഒരുപാട് സിനിമകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചു എന്നും സുരേഷ് ഗോപി. ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തില് വിഘടനവാദികൾ. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. എവിടെയാണ് ഇത് ഇല്ലാത്തത്? നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? മര്യാദ വേണം. മര്യാദ പഠിപ്പിച്ചല്ല വരേണ്ടത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഇത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ, അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി സമ്പ്രദായത്തെ തകർക്കരുത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞത്? വേണു, ഫിലിം ചേംബർ സംഘടിപ്പിച്ച ഒരു ആദരവ് പരിപാടിയാണ്, സ്നേഹാദരവ് പരിപാടി സുരേഷ് ഗോപി ഇന്ന് പ്രസംഗിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സുരേഷ് ഗോപി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ സിനിമ ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനുള്ള അനുമതി പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത മാസം 6-ന്, സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള അനുമതി അമിത്ഷായുടെ അടക്കം തേടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടിയില്ല. പക്ഷേ താൻ സിനിമ ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സിനിമ തന്റെ പാഷനാണ്. സിനിമ ഇല്ലാതെ തനിക്ക് പറ്റില്ല. സിനിമ ഇല്ലാതെ താൻ ചത്തുപോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുമെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. നേരത്തെ നമുക്കറിയാം, സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാണ്ട് മണിക്കൂറുകൾക്ക് തന്നെ അദ്ദേഹം ഈ ഒരു കാര്യം ആവർത്തിച്ചിരുന്നു. ചരിത്രം എഴുതിയ തൃശ്ശൂർകാർക്ക് നന്ദി അർപ്പിക്കണം എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് വഴങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു പരോക്ഷമായ പ്രതികരണവും ഇന്നിപ്പോൾ സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. സിനിമ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ട്. വിവേചനം എല്ലാ മേഖലയിലും നേരിടുന്നുണ്ട്. താൻ 25 വർഷം മുൻപ് ഈ വിവേചനം സംബന്ധിച്ച് തുറന്നു പറഞ്ഞിരുന്നു. എല്ലാ സമ്പ്രദായത്തിനും അതിൻ്റെതായ ശുദ്ധി വേണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് കോട്ടം വരുത്തരുതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.